ഹലോ എവ്രി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഉപ്മാവാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. ഈ ഉപ്മാവ് തയ്യാറാക്കുന്നതിന് വേണ്ടി 1 കപ്പ് നുറുക്ക് ഗോതമ്പാണ് ഞാൻ എടുത്തത്. 250 ml കപ്പിന് 1 കപ്പാണ് എടുത്തത്. ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്ത ശേഷം നമുക്കൊരു സ്ട്രെയിനറിലേക്ക് ഇത് മാറ്റാം. വെള്ളമൊക്കെ നന്നായിട്ട് വാർന്നു പോകാൻ വേണ്ടിയിട്ടാണ് ഈ സ്ട്രെയിനറിലേക്ക് വെച്ചിരിക്കുന്നത്. ഈ ഉപ്പുമാവ് തയ്യാറാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മറ്റുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ചെറിയ സവാളയും 1/4 കപ്പ് ഗ്രീൻ പീസും പകുതി ക്യാരറ്റുമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് 1 തണ്ട് കറിവേപ്പിലയും കുറച്ച് ഇഞ്ചിയും 2 പച്ചമുളകും അല്പം നാരങ്ങാ നീരുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു പ്രഷർ കുക്കറിൽ കുറച്ച് വെജിറ്റബിൾ ഓയിൽ ചൂടായി വരുമ്പോൾ 3/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഏകദേശം 3/4 ടീസ്പൂണോളം ഉഴുന്നുപരിപ്പാണ് ഇപ്പോൾ ചേർത്തത്. ഉഴുന്നുപരിപ്പ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് സവാളയാണ്. ഒരു ചെറിയ സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സവാള ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കൂടുതൽ വഴറ്റി ഇത് ബ്രൗൺ ഷെയ്ഡൊന്നും ആക്കണ്ട. സവാള ഒന്ന് സോഫ്റ്റായിട്ട് വന്നാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളകും കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. പകുതി ക്യാരറ്റാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. 1/4 കപ്പ് ഗ്രീൻ പീസും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഈ വെജിറ്റബിൾ എല്ലാം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഈ നുറുക്ക് ഗോതമ്പിന്. ഈ നുറുക്ക് ഗോതമ്പിനോടൊപ്പം തന്നെ മറ്റു വെജിറ്റബിളും കൂടി ചേർക്കുന്നത് കാരണം ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഞാനിപ്പോൾ ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെജിറ്റബിൾ എല്ലാം ഒന്ന് വഴറ്റി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന നുറുക്ക് ഗോതമ്പാണ് ഇപ്പോൾ ചേർത്തത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഈ വെജിറ്റബിളുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഇത് 3 മിനിറ്റോളം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിക്കുന്നത്. ഈ വളരെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ വളരെ നല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇപ്പോൾ ഏകദേശം 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിതിലേക്ക് 2 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 കപ്പ് നുറുക്ക് ഗോതമ്പിന് 2 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചത്. 1.5 ടീസ്പൂൺ നാരങ്ങാ നീരാണ് ഇപ്പോൾ ചേർത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഈ വെള്ളം ഒന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. പ്രഷറെല്ലാം നന്നായിട്ട് പോയതിന് ശേഷമാണ് ഞാനിപ്പോൾ കുക്കർ തുറന്നത്. ഇത് നല്ലതുപോലെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഒട്ടും തന്നെ കുഴഞ്ഞു പോയിട്ടില്ല. നല്ല പെർഫെക്റ്റായിട്ടിത് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് നുറുക്ക് ഗോതമ്പിന് 2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ പാകത്തിന് ഇത് വെന്ത് കിട്ടും. ഇന്നത്തെ ഈ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. റെസിപ്പി ഇഷ്ടമായാൽ ഡെലീഷ്യസ് റെസിപ്പീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.